അപ്പോൾ ഓക്കെ പോന്നാ ബാഗ് എടുത്തോ. കമോൺ. ഇന്ന് സൊമാറ്റോ ബാഗില്ല, സാധാ ബാഗ് തന്നെ. പോയിട്ട് ബൈ ബൈ, സീ യു. അപ്പോൾ നാളെ ലീവല്ലേ, വെള്ളിയാഴ്ച, വെള്ളി ശനി ഞായർ 3 ദിവസം ലീവല്ല, ഹോളിഡേ, കറക്റ്റ് ഹോളിഡേ. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാൻ? റീൽസ് ചെയ്യണ്ടേ? റീൽസ് ചെയ്യാൻ മറ്റേ സ്ക്രിപ്റ്റൊക്കെ എഴുതി പോയി. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ സ്ക്രിപ്റ്റ് റെഡി ആക്കണം കേട്ടല്ലോ. ഓക്കെ, താക്കോൽ എടുത്തില്ല വണ്ടിയിൽ. അത് എന്തെങ്കിലും ഒന്ന് മറക്കും നമ്മൾ, അങ്ങനെയാണ്. ഇന്ന് ചെരുപ്പിടണോ ഷൂ ഇടണോ? ചെരുപ്പിടാം. ഇന്ന് രാത്രി 8 മണിക്ക് ചെറിയ മഴ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കണം വെതർ റിപ്പോർട്ടിൽ, അതുകൊണ്ട് ചെരുപ്പിട്ടേക്കാം. ഓക്കെ, വെതർ റിപ്പോർട്ട്. വെതർ എന്ന് പറയുമ്പോൾ ആ ഒരു ആപ്പുണ്ട്, അതിനകത്ത് അറിയാൻ പറ്റും ഇന്ന് മഴയാ വെയിലാന്നുള്ള കാര്യങ്ങളൊക്കെ. അവിടെ സ്കൂളിൽ ലീവ് തരാനൊന്നുമില്ല, മഴയാണെങ്കിൽ വരാൻ പറയും, നമുക്ക് പോവാം അങ്ങനെയെങ്കിലൊക്കെ. ഓക്കെ ശരി, പോട്ടെ, സമയം മഴ പെയ്യോ ഒന്ന്. അതാ ഷൂ ഇടണം. ഓക്കെ, ഷൂ എങ്കിൽ ഷൂ. നമുക്ക് എല്ലായിടത്തും ഫാൻസ് ഉണ്ടല്ലേ ഷൂട്ടി? സ്കൂളിലുണ്ടാ? സ്കൂളിലാരെ കൊണ്ട്? അവർ കാണും. നിൻ്റെ കൂട്ടുകാരും ഇല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്? അവിടുത്തെ പറ, എൻ്റെ അപ്പ യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ കാണാൻ പറ. ഓക്കെ പോകാം. അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട് കുടിക്കാനുള്ള ഇത്ര മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കഞ്ചാവൊന്നുമില്ല. ഇപ്പോൾ ഫണ്ണ് അത് സംഭവം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളെ സൊമാറ്റോ സ്വിഗ്ഗി ടീഷർട്ട് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെ കറുപ്പാടാണ്, ബ്ലാക്ക് ഷീപ്പ്. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല അവർ. പോയിട്ട് ബൈ ബൈ, സി യു. ഓക്കെ ബൈസൺ പോവാം, വേറെ വിഷയമൊന്നുമില്ലല്ലോ. ടാറ്റാ, ബൈ ബൈ, സി യു. ഓക്കെ, നമ്മളതിന് വീട്ടിൽ ഐശ്വര്യമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് തന്നെ അവിടെ പോകണം എന്നുള്ളതാണ്. ഇന്ന് ഏത് സോൺ ആയിരിക്കും ഒരു പിടിയില്ലല്ലോ. മിക്കവാറും കണക്കൂട്ടായിരിക്കും. ആഴ്ചയിൽ 5 ദിവസം കണക്കൂട്ടം, 2 ദിവസം നിയമം. ഓർഡറിൽ അടിച്ചാൽ നോക്ക്. ഇല്ലല്ലോ, അടിച്ചില്ല. സത്യം പറഞ്ഞാൽ ദിവസം വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചില സമയത്തല്ല, മിക്കവാറും എന്തെങ്കിലും മൂഡ് ഓഫ് ആയിരിക്കും. അത് ഈ പ്രഷർ മനസ്സിലായ പൈസയുടെ കമ്മിറ്റ്മെൻറ്റൊക്കെ നമുക്ക് വരാൻ നേരത്ത് ഓരോന്നും കൊടുത്ത് തീരുമ്പോൾ കയ്യിൽ പൈസ വരില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് വ്ളോഗ് ചെയ്യാൻ തോന്നുന്നില്ല, ജോലിക്ക് പോയി സമ്പാദിക്കാൻ തോന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രഷർ കാരണം ശരി പിന്നെ ആവട്ടെന്ന് പറഞ്ഞ് വ്ളോഗ് ചെയ്യാൻ മാറ്റി വയ്ക്കണത്. ഓക്കെ, അല്ലാത്ത വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ വ്ളോഗും ജോലിയാണ്, വരുമാനം ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കണ്ടേ നമ്മൾ. അതാണ് വിഷയം. കാരണം മാറി തന്നെ കയറി പോകാമായിരുന്നു. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ ഒരു 2 കിലോമീറ്റർ ബാക്കിൽ ഫോളോപ്പ് ചെയ്ത് പോകണം. അണ്ണാ ഒന്ന് മാറി താണ ചേച്ചിയാണ്, അണ്ണല്ല ദിശ വേണ്ട, കയറണ്ട. ചെറിയ റോഡാണ്, ഇതിന് വേറെ വണ്ടി വന്നു പണിയാം, എനിക്കറിയാം. അത്രേ ഉള്ളൂ. കമോൺ ഗോയ്സ്, കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, നമുക്ക് ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര അടുത്തിനായിട്ട്. അപ്പോൾ ഈ വണ്ടി സൈഡിൽ ഒതുക്കിട്ട ബാക്കി നാട്ടക്കാരൊന്ന് ശല്യം ചെയ്യുമോ? ഇല്ലല്ലോ, ശല്യമില്ല. അവരെ സ്റ്റാൻഡാണ്, അപ്പോൾ അവരൊന്ന് പറയും ഒന്ന് മാറ്റി നിർത്തുമോ എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോഴേ മാറ്റിയാൽ നമുക്ക് നല്ലത്. അങ്ങോട്ട് വെച്ചാൽ ശരിയാവില്ല. ശരി, ഇവിടെ വയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ റെഡിയായി. ഒരു 15 മിനിറ്റ് പോയേട്ടാ, കുഴപ്പമില്ല. സാധാരണ അസീസ് പോസ്റ്റ് ആവില്ല, പെട്ടെന്ന് റെഡിയാവും. പക്ഷേ ഇന്ന് നോക്കി പോസ്റ്റായി 9917 ആണേ. ഓക്കെ, ആഹാ, നല്ല വെയിറ്റ് ഉണ്ട്. ഡംബിൾസ് പോലെയൊക്കെയാണ്. വർക്കൗട്ട് ചെയ്ത് ജിം കയറ്റിയാലോ. കയറ് വണ്ടികളൊന്നും ഇല്ല. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ട്രാഫിക് ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോയാൽ നമുക്ക് കൊള്ളാം. അണ്ണാന്ന് വെയിറ്റ് ചെയ്യണം, കയറി പിക്ക് വിട്ടണ. ഓക്കെ അത്രേ ഉള്ളൂ. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഓർഡർ ഐറ്റം അയ്യോ പിക്ക് കൊടുത്തല്ലോ. ശരി, കുഴപ്പമില്ല. അത് പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ഐറ്റം കാണാൻ പറ്റില്ല. മറ്റേ ബില്ല് നോക്കി അറിയാൻ പറ്റും. ഓർഡർ ബില്ല് അതൊക്കെ തുറന്ന് നോക്കണ സമയം പോകും. നമുക്ക് എന്തായാലും ഉള്ള സമയം കളയാൻ പറ്റില്ല. ഇതെങ്ങനെ കയറ്റി വെക്കാൻ എൻ്റെ അകത്തേറി. ഇതാണ് സൊമാറ്റോ ബാഗ് വേണമെന്ന് പറഞ്ഞു, മനസ്സിലായ? സെറ്റാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. സുധീഷ് വിഷമിക്കുന്ന ആവശ്യമില്ല അതല്ലേ. തമിഴ്നാട്ടിക്ക് തെറിയും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്ത് വെക്കാണ്ടിരിക്കാൻ. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് മണക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 4.3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:40 ആയിട്ടുണ്ട്. വിഷയമില്ല, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി 3.5 മണിക്കൂർ സമയമുണ്ട്. മാക്സിമം ഓടണം, നിൽക്കാതെ. നമ്മൾ ആവശ്യമില്ല ഈ ഫോൺ റീൽസ് ഒക്കെ നോക്കി റെസ്റ്റ് എടുത്ത് ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഉള്ള സമയം വെക്കൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് ആ സമയങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതിനകത്തൊരു 8-10 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ എന്തായാലും നേരെ എഴുതിക്കൊണ്ടിരിക്കാൻ. രാത്രി ആവാറായി. നമുക്ക് ആദ്യമേ പെട്രോൾ അടിക്കാം. അടിച്ചിട്ട് ഇവിടെ നിന്നോ ഡ്രെയിനേജ് അയ്യോ ലീക്കായി തുടങ്ങിയാൽ മഴയൊന്നുമില്ല, പിന്നെ ലീക്കാവണം എന്തോന്ന്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യത്തിൽ ഷൂ ആണ് നല്ലത്. വേറെ ഒന്നുമില്ല. നമ്മൾ കാലിൽ എന്തെങ്കിലും ചെറിയ മുറിവുണ്ടെങ്കിൽ ഈ ഡ്രെയിനേജ് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പനി ഉറപ്പാണ്, നോക്കണ്ട. സെപ്റ്റിക് ആവും അല്ലേ. 150 ഇവിടുന്ന് സ്കാൻ ചെയ്ത് കെട്ടോ. ചിലപ്പം കിട്ടില്ല. കെട്ടി സൂപ്പർ. അടച്ചുണ്ടേ. ഓക്കെ, 150 രൂപ ലഭിച്ചു, നന്ദി ഉണ്ട്. അങ്ങനെ ബൈസൺ ഫുഡ് എടുത്തോണ്ട്. ബൈസൺ നല്ല വർക്ക് ചെയ്യില്ല, കുഴപ്പമില്ലല്ലോ. ഒരു വിഷയമില്ല. 150 പെട്രോൾ അടിച്ചിട്ട് വിഷയമില്ലെന്നോ. ഒരു 500 രൂപയ്ക്ക് അടി ഉണ്ടാവുന്നു. 500 രൂപയ്ക്ക് അടിക്കാൻ കയ്യിൽ ആപ്പടപ്പം ലോൺ അടയ്ക്കാൻ പൈസ ഉള്ളൂ. ലോൺ വന്നുകൊണ്ടിരിക്കില്ല, ആഴ്ച വരും. പൈസ മാറ്റാൻ പറ്റില്ല, കയ്യിൽ പൈസ പറഞ്ഞു ലോണിലാണ് ചേർന്ന്. ഇതൊക്കെ എന്ന് മാറാൻ പോകണമെന്നോ അല്ലേ. കഷ്ടപ്പാടൊക്കെ മാറാൻ സമയമുണ്ട് സുധീഷ്. അതുവരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. സുധീഷ് കറക്റ്റ് വ്ളോഗ് ചെയ്യും ദിവസവും, വേറെ വിഷയമില്ല അല്ലേ. അങ്ങനെ എല്ലാവരും പറയണത്. ദിവസം വ്ളോഗ് ചെയ്യാൻ മടിയില്ലേ. നമുക്ക് മൈൻഡിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വ്ളോഗ് ചെയ്യാൻ തോന്നുള്ളൂ, ക്യാമറ ഓണൊക്കെ തോന്നുള്ളൂ. ഇതെന്ത് മാക്സി ക്യാബാ, ഇതൊക്കെ എപ്പോഴും ഉണ്ടാ വണ്ടികളൊക്കെ. പണ്ടൊക്കെ നമ്മൾ ഈ കല്യാണത്തിന് എൻഗേജ്മെൻ്റ് ഒക്കെ എവിടെ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഈ വണ്ടിയിലാണ് പോണത്. കുറേ പാട്ടൊക്കെ കേട്ട് നമ്മൾ ജോളിയായിട്ട്. എനിക്കാണെങ്കിൽ വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഈ സൈഡിൽ ഇരിക്കാനായിട്ട്. നല്ല രസമല്ല ആ സമയമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തൊക്കെ. പിന്നൊക്കെ എത്ര ടെക്നോളജി വണ്ടികളൊക്കെ വന്നാലും നമുക്ക് ആ സന്തോഷം കിട്ടണമെന്നില്ല. ദാറ്റ് ഈസ് എ നെസ്റ്റോളജി ഓഫ് ദ ടെക്നോളജി ഓഫ് ദ കറന്റ് സിറ്റുവേഷൻ ഓഫ് ദ ഇന്ത്യ. മനസ്സിലായ? ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്. കടിയപ്പട്ടണം റെസിഡൻസ് അസോസിയേഷൻ, കടിയപ്പട്ടണം. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. എന്താച്ച് പുറത്തെ വീടാണ്. അവിടെയാണല്ലേ, ഇവിടെ അല്ലേ? സൊമാറ്റോ ആണ്. ഓക്കെ
ബാഗ് എടുത്തില്ല സാറ് ചില സമയത്ത് ബാഗ് എടുക്കും മഴ ഉണ്ടെങ്കിൽ. ഓക്കെ ശരിയാണ്. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവർ അല്ലേ ഇവിടെ വ്ളോഗിൽ പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴേ കസ്റ്റമർ കേട്ട് എന്തോ പറയണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ അവിടെ പറഞ്ഞല്ലോ. ഓക്കെ ശരി പോകുന്നത്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 31 രൂപ 50 പൈസയാണ്. ഓർഡർ ആണെങ്കിൽ കുറവാണല്ലോ എന്തോന്ന് സാറ് 4 കിലോമീറ്റർ ഓടി 40 രൂപ കിട്ടും. എന്നാൽ കുറച്ച് കൂട്ടിത്താണെന്ന് എന്തിനാണ് കാണി സൊമാറ്റോ ആണ്. ഇനി നമ്മളെ കമ്പനി പേര് സൊമാറ്റോ അല്ല സൊണാറ്റോ ആണ്. നമ്മൾ ആരെയും കളിയാക്കിയല്ല, ജസ്റ്റ് ഫോർ ഫൺ ആണ് അത്ര തന്നെ. പിന്നെ പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളി പറഞ്ഞ രീതി അതായത് അത് തെറ്റിപ്പോയി. അതായത് നമ്മൾ പറയുമ്പോൾ കോമൺ ആയിട്ട് പറയാൻ പാടില്ല എല്ലാവരും ചേർത്ത്. ഈ സൊമാറ്റോ സ്വിഗ്ഗിയിലുള്ള ആൾക്കാർ ചില ആൾക്കാർ മെൻഷൻ ചെയ്ത് പറഞ്ഞ വേറെ വിഷയമില്ലായിരുന്നു. നമുക്ക് വിഷമമൊന്നുമായില്ല, കാരണം നമ്മൾ തെറ്റ് ചെയ്തില്ലോ. മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ ബാക്കേണ്ട ആവശ്യമില്ലോ. ഈ ഡയലോഗ് പറയാൻ പാടില്ലേ. ഇവിടെ ഒതുക്കി എന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്താൽ ഓർഡർ അടിക്കുക സുധീഷേ, അത് അങ്ങോട്ട് പോകണം. സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണത് ദേഷ്യം പറഞ്ഞു. വേറെ ഒന്നുമില്ല, വെയിറ്റ് ചെയ്ത് ഞാൻ ചുമ്മാ ഇരിക്കില്ല, നേരെ ഫോൺ എടുക്കും. പിന്നെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം നോക്കും, റീൽസ് നോക്കും. അങ്ങനെ സമയം ചുമ്മാ പോകും. ഞാൻ എൻ്റെ മോളെ കുറ്റം പറയാം, റീൽസ് കാണാൻ പാടില്ല. പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസവും. സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ. ഞാൻ ദിവസം വ്ളോഗും ഷോർട്സ് ഇട്ട് പോകുമ്പോൾ അറിയാതെ മറ്റുള്ള റീൽസ് കണ്ട് പോവുകയാണ്. അങ്ങനെ കാണുമ്പോൾ അഡിക്ഷൻ ആയി പോകണം. നമ്മൾ അറിയാതെ അഡിക്ഷൻ ആവുകയാണ്. സമയം പോണതേ അറിയുന്നില്ല. ചുമ്മാ ഒരു 4 റീൽസ് കാണുമ്പോൾ 1.5 മണിക്കൂർ ചുമ്മാ പോയേട്ടാ. ലക്ഷക്കണക്കിന് കണ്ടന്റ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് റീൽസിൽ ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ചാൽ നമുക്ക് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സമയം തിന്നുകൊണ്ടിരിക്കും, നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഓർഡർ ഷോ ആണ്. ഓർഡർ അടിക്കുന്നുണ്ട്, പോസ്റ്റാണല്ലോ, എന്ത് ചെയ്യാൻ. ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബുർജ് അൽ മന്തി. ബുർജാണ് ബർജാണ് എന്തെങ്കിലും ആവട്ടെ, ഓർഡർ അടിച്ചില്ല അതിന് വലിയ കാര്യം. എത്തി ബർജ് അൽ മന്തി. ബുർജ് ഇവിടെ വണ്ടി ഒതുക്കാല്ലേ, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അത് വണ്ടി ജാവ സല്ല ശരി തന്നെ, സിംഗിൾ സീറ്റേ ഉള്ളൂ. അപ്പോൾ സിംഗിൾ പസംഗ് റെഡി ആയില്ല പ്രിപ്പയറിങ്. ഇതിപ്പോൾ ഭയങ്കര ശല്യമാക്കണല്ലോ. എവിടെ പോയാലും പ്രിപ്പയറിങ് 1/2 മണിക്കൂർ പോകണം. ഇതിനെ സമയം ഒരുപാട് പോവുകയാണ്. പെട്ടെന്ന് ഓർഡർ എടുത്ത് പോയിരുന്നെങ്കിൽ നമുക്കൊരു 10-15 ഓർഡർ ചുമ്മാ എടുക്കായിരുന്നു. ഇങ്ങനെ പോസ്റ്റ് ആകുമ്പോൾ വലിയ വിഷയം. വെയിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ റെഡി ആയിട്ടുണ്ട്. 8062 ഹണി ചില്ലി ചിക്കൻ മന്തി. ഇതെവിടെ ഇരിക്കണം, ഇത് തന്നെ ഓർഡർ പേക്ഡ്. ബൈസൺ ലുക്കല്ലേ സല്ല ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ആംഗിളും കാണുമ്പോഴേ വേറെ ലെവൽ ബൈക്കായിരിക്കണം. മറ്റേ സൂപ്പർ ബൈക്ക് തോറ്റു ആ ലെവലാണ് ബൈക്ക് ഇരിക്കുന്നത്. അല്ലേ പൈസ? എനിക്കിതൊക്കെ പറയാം പുളുവാണെന്നുള്ളത്. നീ ലുക്കിന് ആ ജാവേക്കാൾ ലുക്ക് നീയാണ്. ജാവേക്ക് എന്തോ TS50 പോലെക്കണം. നീ എന്നെ ഹയാബൂസ പോലെക്കണം. ബ്ലാസ്റ്റ് തളപതി കച്ചേരി. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കാർഷിക കോളേജ് വെള്ളയാണ്. ഇവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:10 ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ലോങ് ഓർഡർ അടിച്ചിട്ടുണ്ട്. 100 രൂപ കിട്ടും. ഇതുപോലത്തെ ഒരു 10 ഓർഡർ അടിച്ച് മതിയായിരുന്നു. ഇങ്ങനെ അടിക്കൂലല്ലോ, അതല്ല വിഷയം. പിന്നെ നമ്മൾ അടുത്ത ഈ ഓർഡർ കൊടുത്തിട്ട് കാലി അടിച്ചിരിച്ച് വരണം 10 കിലോമീറ്റർ, അതാണ് വിഷയം. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് 2-3 എണ്ണം. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ മാക്സിമം നെഗറ്റീവായ കാര്യങ്ങൾ അധികം കാണാതെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കണ്ട് നല്ല എനർജി ആയിട്ട് മോട്ടിവേഷൻ ആയിട്ട് മാത്രം മുന്നോട്ട് പോയാലേ ജയിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. മറ്റേ ഈ ചില കേസൊക്കെ അറിഞ്ഞപ്പോൾ ആ പടം മൂഡ് ഓഫ് ആയപ്പോൾ ഇന്നലെ വ്ളോഗ് ഇറങ്ങിയാണ്. അപ്പോഴത്തേക്ക് വേറൊരു ഇൻസ്റ്റാ മാർട്ടിൻ്റെ പയ്യനുമായിട്ട് ഒരു ആൾ വഴക്കായി. അപ്പോൾ ആ വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞ് ബ്രോ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരിക്കും. അതാണ് എനിക്ക് പിന്നെ എന്ത് പറയാം. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. നമ്മളപ്പോൾ ആൾക്കാരെ ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന നേരത്തെ ആ സമയത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയ സപ്പോർട്ട് കൊടുത്തേ പറ്റൂ. അങ്ങനെ കൊടുത്തത് തന്നെ എന്തായാലും നമ്മൾ എത്രയൊക്കെ വീഡിയോയിൽ പറഞ്ഞാലും ചില ആൾക്കാർ ഒരിക്കലും മാറില്ല ഈ സമൂഹത്തിൽ. അവർ ഒന്നായാലും പ്രശ്നക്കാരാണ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നക്കാരടുത്ത് നമ്മൾ അടുക്കാതെ മാക്സിമം നോക്കിയാൽ മതി. അങ്ങനത്തെ ഓർഡർ അടിക്കാതെ വേണം നോക്കേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ ചോദിക്കണം. ദൈവമേ കാത്തോണേ, നല്ല ആൾക്കാരെ മാത്രം ഓർഡർ എടുത്ത് തരുക, അത്ര തന്നെ. അതിലെ പറയണേ കുറച്ച് പണവും പവറും ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ സൂപ്പറായിട്ട് ജീവിക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരെ വായി ചീത്തോളിയായിട്ട് നമുക്കൊന്നും എതിർക്കാൻ പറ്റാതെ അതുമല്ല നമുക്ക് പോലീസിന് സപ്പോർട്ട് കുറവാണ്. പൊതുവേ ഒരു പേരുണ്ട് നമുക്ക് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് ചിലർ ഓട്ടിക്കാരില്ലെന്ന് അറിയില്ല. ഞാനൊക്കെ പതുക്കെ ഓടിക്കളും. ഞാനൊക്കെ മാക്സിമം 50-60 അത്രേ പോകുള്ളൂ. ഹൈവേയിൽ പോയാൽ മാത്രമേ 80 പോകുള്ളൂ. അതുകൊണ്ട് 1-2 പേര് ചെയ്യണോണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെ കാണാൻ പാടില്ല. പിന്നെ വേറൊരു സ്റ്റോറി കൂടെ പറയാനുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോഴേ പറഞ്ഞ് നെഗറ്റീവ് അടുപ്പിച്ച് മൂഡ് ഓഫ് ആക്കണില്ല. നമുക്ക് ഇപ്പോഴത്തേക്ക് നല്ലപോലെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം. സംഭവം എന്ത് പ്രശ്നം ഇവിടെ. മറ്റേ കോർപ്പറേഷൻ ഓഫീസിൽ ഇഷ്യൂ ആയില്ല. അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു മാർച്ച് പോലെയാണ് കേട്ടോ. അടി നടക്കുമെന്ന്. പോലീസ് പ്രൊട്ടക്ഷൻ ഹെവി ആണല്ലോ ബാക്കിൽ ഫ്രണ്ടിലായിട്ടൊക്കെ. എല്ലായിടത്തും പ്രശ്നം തന്നെ അല്ലേ. പ്രശ്നമില്ലാത്ത ആൾക്കാരേ ഇല്ല. ഈ ലോകത്ത് ജനിച്ചാലേ പ്രശ്നമാണല്ലേ, ജനിക്കാനേ പാടില്ല. ഓക്കെ നമ്മൾ തന്നെ കാർഷിക കോളേജ് എത്തിയിട്ടുണ്ട്. സൊമാറ്റോ ഫുഡ് പോകല്ലോ. സംഭവം സെക്യൂരിറ്റി അടുത്ത് പറയാതെ പോലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞിട്ട് പോകണം നമ്മളെ മര്യാദ. സാറിനപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ പോവുള്ളൂ. ചില സമയത്ത് ഇങ്ങോട്ടും ചോദിക്കും എവിടെ പോകണം എന്നുള്ളത്. ഇപ്പോൾ ഒന്നും ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞുകൊണ്ട് അവർ കേട്ടു. ഓക്കെ സൂപ്പർ ലൊക്കേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാനായിട്ട്. നല്ല കാറ്റും തണുപ്പും ഇഷ്ടംപോലെ മരങ്ങൾ. ഇവിടുത്തെ ക്യാമ്പസൊക്കെ കാണാൻ വൈബാണ്. ഓക്കെ അടിപൊളി. രാത്രി വന്നാലും പകൽ വന്നാലും വൈബാണ് ഇവിടെ. ഹലോ സൊമാറ്റോ ആണേ. ഓക്കെ ശരിയാണ്. ഓക്കെ
അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 101 രൂപ 50 പൈസയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഉദയ റെസ്റ്റോറൻറ്റ് പൂങ്കുളത്ത്. ചെറിയ ഓട്ടം കേട്ടോ, 30 രൂപ ഉള്ളൂ. റെഡി ആയിട്ടുണ്ടാ? ഇല്ല, പ്രിപ്പയറിങ്. എവിടെ പോയാലും പ്രിപ്പയറിങ്. റെഡി ആവണോ നോക്ക്, പോയ ഉടനെ. 3243 ചിക്കൻ പെരട്ട് 25 പൊറോട്ടയോ. സംഭവം വലിയ ഓർഡറാണല്ലോ ഇത്. ഇത് റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ ഐറ്റം 3243. ഓക്കെ, താങ്ക്സ്ഡാ, താങ്ക് യു. ഓക്കെ, നല്ല വെയിറ്റുള്ള സാധനമാണ്, കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇത് വയ്ക്കണതാണ് വിഷയം. കാരണം ചെറിയ ബാഗാണ്ട്, വലിയ ബാഗ് തന്നെ, എന്നാലും അത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഇതേ സൊമാറ്റോ ബാഗാണ് എൻ്റെ എളുപ്പമായതിനെ. വല്ല കാര്യമുണ്ടോ? വെയിറ്റ് ആ പഴം മാറ്റി. പാളയം കൂടെ പഴം അരക്കിൽ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്കര കിടക്കുകയാണ്. അത് കാരണം സ്പേസ് കുറയും. അത് മാറ്റിയാൽ മതി. ഇത് ഇവിടേക്കട്ടെ, കുറച്ച് വീട്ടിലേക്ക് കുറച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഇപ്പോൾ പോയി കറക്റ്റായിരിക്കും. ഓക്കെ, പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാച്ചുലൂരാണ്. ഇവിടുത്തെ കറക്റ്റ് 2.7 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:45 എന്തായാലും കുഴപ്പമില്ല. പാച്ചുലൂർ ആയതുകൊണ്ട് ആ വഴി നമുക്ക് അടുത്ത സിറ്റിക്കകത്ത് പോകാൻ പറ്റും. അടുത്ത ഓർഡർ അടിച്ച് ഇങ്ങോട്ടേക്ക് പോകാമല്ലോ. ഇപ്പോൾ പ്രൊമോഷൻ പറയാൻ സമയം 30 സെക്കൻഡ് പറഞ്ഞോട്ടാ. എല്ലാ വ്ളോഗിലും ഉണ്ടല്ലേ, ശരി, കുഴപ്പമില്ല, നമ്മളാ ജോലിയുടെ ഭാഗമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയിൽ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തുതരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജിൽ, അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായി ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, ഒരു ക്ലൈമറ്റ് ആവശ്യം വരാൻ നേരത്തെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. പാർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഡീം ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ കൗൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. പറ പൈസ അത്രേ ഉള്ളൂ. ഓക്കെ, ലൊക്കേഷൻ എത്ര? ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ഓഹോ, കുത്ത് കയറ്റമാണല്ലേ. ആഹാ, ബൈസൺ കയറുമല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കണത്. ഇവിടെ അതായത് ലൊക്കേഷൻ ഇവിടെ കാണിക്കണത്, പക്ഷേ ഇവിടെ നിന്ന് നടന്നു പോകാൻ കാണിക്കണം. ഇതുവഴി ഇങ്ങോട്ടോ ഹൗസ് നമ്പറൊന്നും ഇല്ല. വാട്ട് ഈസ് ദ കൺഫ്യൂഷൻ ഓഫ് ദ സിറ്റുവേഷൻ ഓഫ് ദ മാപ്പ് ലൊക്കേഷൻ. അവിടെ വഴിയില്ല, അങ്ങോട്ടല്ല. ഇവിടുന്ന് റൈറ്റ് ആയിരിക്കും ചിലപ്പം, പറയാൻ പോലും ആയിരിക്കും. ബക്കാരി നോക്കാം. ഇത് എങ്ങോട്ട് പോകണം? പക്ഷേ വീടുണ്ടോ അവിടെ? നോക്ക്, ചുമ്മാ കയറി പോലെ ആവശ്യമില്ലാതെ. അവിടെ വഴിയൊന്നുമില്ല. ഒരു കാർ കസ്റ്റമർ വിളിച്ചു നോക്കാം, എവിടെയാണെന്ന് ചോദിക്കാം, ഫ്ലാറ്റാണോ വീടാണെന്നുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓർഡർ അടിക്കും. അതാണ് സംശയം എനിക്ക്. അയ്യോ, ഫോൺ എടുക്കണല്ലോ. ശാന്തി, അപ്പം ഒരു കാര്യം ചെയ്ത് അങ്ങോട്ടൊരു കാര്യം നോക്കാം. ഹൗസ് നമ്പറും ഇല്ല, കറക്റ്റായ അഡ്രസ്സും ഇല്ല. മൈ ഹൗസ് എന്ന് മാത്രം ഇട്ടിരിക്കണം. ഈ മൈ ഹൗസ് വെച്ച് എങ്ങനെ പോകാൻ പറ്റും വീട്ടിലോട്ട്? അവിടെ വഴിയില്ലേ, തീന ഡെഡ് എൻഡ്. ദ റൂട്ട് ഈസ് ഇൻകറക്റ്റ്. മൈ ഹൗസ് തിരുവല്ലം, അത്രേ ഉള്ളൂ ലൊക്കേഷൻ്റെ അഡ്രസ്സ്. ഇങ്ങനെ വെച്ച് എങ്ങനെയാണ് അഡ്രസ്സ് വിളിക്കുന്നത്? ശരി, വണ്ടി സൈഡിൽ ഒതുക്ക്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ വിളിച്ച് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, കസ്റ്റമർ ഫോൺ എടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ പറഞ്ഞ ഫ്ലാറ്റാണ്, ഒരു ഓഷ്യൻ വ്യൂ എന്ന് ഫ്ലാറ്റ് ഉണ്ട്, അവിടെയാണ് പോകേണ്ടത്. അത് ഇവിടെ നിന്ന് കറക്റ്റ് 450 മീറ്റർ ദൂരമുണ്ട്. അത് ഈ വഴിയല്ല പോകേണ്ടത്. പൈസ നഷ്ടമാണ് സത്യം പറഞ്ഞാൽ. 1/2 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടിരിക്കുന്നു. ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ. ഈ വഴിയാണ് കയറേണ്ടത്. എന്തൊരു കയറ്റം അല്ലേ എൻ്റെ അമ്മോ. തിരുവല്ലത്താണ് കുഴപ്പം, ചില ഏരിയ കുന്നാണ്, ഭയങ്കര കയറ്റമായിരിക്കും. വണ്ടിയാണെങ്കിൽ ഒന്നാമത്തെ മൈലേജ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ 60 കിട്ടുമായിരുന്നു, ഇപ്പോൾ ഒരു 55-50 ലെവലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കയറ്റം കയറി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ മൈലേജ് പോകും ഒറ്റ അടിക്ക്. അപ്പോൾ ഇത് അവിടെ. ഓക്കെ, ഓഷ്യൻ വ്യൂ ഇവിടെയാണ് ഓർഡർ ചെയ്തത് സൊമാറ്റോ. ഓക്കെ, ലൊക്കേഷൻ അവിടെ കാണിച്ചേട്ടാ, അതാണ് അപ്പുറത്ത് പോയത്. അടി പിടിച്ചോണം. താങ്ക് യു. ശരി, ഓക്കെ, വെരി ഗുഡ് കസ്റ്റമർ. താഴെ ഇറങ്ങി വന്ന് ടിപ്പ് തന്നു. എന്താ കസ്റ്റമറാ, ഇങ്ങനെ നിൽക്കണം. കുറച്ച് കറങ്ങിയത്, ടിപ്പ് കിട്ടിയില്ലോ, അത്രേ ഉള്ളൂ. നല്ല പഴുത്ത പഴമാണ് കേട്ടോ, ചിലപ്പോൾ അഴിവ് പറയാൻ പറ്റില്ല. നേരത്തെ കഴിച്ചേക്കണം. പഴമൊക്കെ കഴിച്ചായിരുന്നു, നല്ല പഴുത്ത് കേട്ടോ പഴം. ഇനി ഒരു അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ പഴത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും, അഴുവിപ്പോവും, കഴിക്കാൻ പറ്റില്ല. ഈ ബാക്കി 3 പഴമുണ്ട്, വലിയ കുഴപ്പമില്ല. എന്തായാലും വീട്ടിലേക്ക് കൊടുക്കാം, കറക്റ്റായിരിക്കും. പോയി അണ്ണാ എന്തിനാണ് കാണിക്കണത്? ഡോഗേഷാണോ നിങ്ങൾ? ആൾ സ്മാർട്ടല്ലേ, മണ്ടത്തരം കാണിക്കല്. ഈ പൂച്ചാണ്ടിയാണ് ഇങ്ങനെ കാണിക്കണത്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗ്രീൻ പിസ്സാറിയ. ചെറിയ ഓർഡർ കേട്ടാ. 2 കിലോമീറ്റർ പിക്കപ്പ്, 1.75 കിലോമീറ്റർ ഡ്രോപ്പ്. കേട്ടുന്ന 23 രൂപ. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ടിപ്പുണ്ട് 20 രൂപ. അതെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ 43 രൂപ കിട്ടും. ഓക്കെ, പോകേണ്ട ലൊക്കേഷൻ അട്ടക്കുളം തന്നെയാണ്, കുഴപ്പമില്ല. സിറ്റിക്കകത്തേ പോണത്, ലാഭം തന്നെ. അതിപ്പോൾ ലാഭമായല്ലോ എന്ന് പറയുമ്പോൾ അല്ലേ. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഓർഡർ. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. അത് ഓർഡർ കുറവല്ലേ. 1567 തന്തൂരി ചിക്കൻ പിസ്സ ആൻഡ് ബർഗർ ഓർഡർ പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 1.7 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് ഇടയ്ക്കറി വരണം. ആര് ബ്ലിങ്കിറ്റാ? പോട്ടെ, കുഴപ്പമില്ല. അത് കണ്ടോ ജോൺസിൻ്റെ ടീഷർട്ട്. യു ക്യാൻ സീ മീ അങ്ങനെയല്ലോ, അങ്ങനെ പറഞ്ഞു. പണ്ട് കാണുമായിരുന്നു സ്ഥിരമായിട്ട് WWE ഒക്കെ. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ മനസ്സിലായി ഇതൊക്കെ ഡൂപ്പാണെന്നുള്ളത്. എല്ലാം ചുമ്മാ. അതുപോലെ പഴയ റെസ്ലിംഗ് നല്ല രസമാണ് കാണാൻ. ഓരോരുത്തർ ഓരോ സൈസിലാണ്, ഓരോ സ്വഭാവക്കാരാണ്. അടിയൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പോഴത്തെ എല്ലാം ഒരേ പാറ്റേണുള്ള, എല്ലാം ഒരേ സ്റ്റൈൽ അടി. കാണാൻ ഒരു രസമില്ല. പണ്ട് റോക്ക്, കെയ്ന്, അണ്ടർടേക്കർ, പിന്നെ ട്രിപ്പിൾ എച്ച്, ഷോൺ മൈക്കിള്, ക്രിസ് ബനോയിറ്റ്, അങ്ങനെ എത്ര പേര്. ഇനി ലിസ്റ്റ് കുറേ ഉണ്ട്. ബിഗ് ഷോ ഉണ്ട്, ഗോൾഡ് ബെർഗ് ഉണ്ട്, കർട്ട് ആംഗിള്, എല്ലാവരും ഹൈറ്റ് വെയിറ്റിംഗ് അറിയാം. നമ്മളൊക്കെ ആ ലെവൽ ഫാൻസ് ആയിരുന്നു. പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ 2006-2007 ആയപ്പോൾ ഒരു മടുത്തു തുടങ്ങി. ഓക്കെ, ഈ മുടുക്കിനകത്താണ് കാണിക്കുന്ന ലൊക്കേഷൻ. മണക്കാട് ചന്തയാണ് ഈ ലൊക്കേഷൻ കേട്ടോ. ഇവിടെ തന്നെ അല്ലെങ്കിൽ
ഇവിടെ അല്ലേ ഓർഡർ ചെയ്ത് സൊമാറ്റോ? ഓക്കെ ശരിയെന്നാ പയ്യ. ഓക്കെ ഓർഡർ ഡെലിവേർഡ് പോന്നാ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 43 രൂപ 98 പൈസയാണ്. അത് 44 2 പൈസ കുറച്ചിരിക്കുന്നതിന് എന്താണ് പിടിക്കാതെ സമാറ്റത് റൗണ്ടാക്കി താണാവുന്നത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അയ്യോ ഇതും ചെറിയ ഓർഡർ എന്തിനാണത്? 2 ഓർഡർ അടിച്ച് കുഴപ്പമില്ല, മൾട്ടി ഓർഡർ. ഓക്കെ ബുർജ് അൽ മന്തി വന്നാച്ച്. ആര് ബാക്കിൽ ഹോൺ അടിക്കണത്? കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇത് വിളക്കിട്ട് സമ്മതിക്കില്ലല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ റെഡി ആയിട്ടുണ്ട്. 1826 ചിക്കൻ അൽഫാം ഫസ്റ്റ് ഓർഡർ. നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ. നമ്മൾ ഓർഡർ തുടങ്ങണം. 1826 എടുക്കുകയാണ് പയ്യ. 1541 കൂടെ അതായത് 1541 കാണാൻ പറ്റും. ഓക്കെ ശരി എന്നാൽ. ഓക്കെ അപ്പോൾ 2 ഓർഡർ പേക്ക്ഡ്. ഒരു ഹായ് പറ. ക്യാമറ ഓൺ ചെയ്യുന്നത് കുഴപ്പമില്ല, കിടക്കട്ടെ. ഇതൊക്കെ ഒരു രസമല്ലേ? ഇപ്പോൾ നോക്കി പോകണം കേട്ടാ. എവിടെ ഓർഡർ അടിച്ചത്? പാച്ചൂർ പാവഴി വീട്ടിൽ പോകാമല്ലോ പയ്യെ. ഓക്കെ പോട്ടെ റൈറ്റ്. അപ്പോൾ നമ്മൾ പോകേണ്ട ഫസ്റ്റ് ലൊക്കേഷൻ ഉണ്ട് കല്ലാട്ടുമുക്ക്. ഇവിടെ നിന്ന് കറക്റ്റ് 1.7 കിലോമീറ്റർ ദൂരമുണ്ട്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കണമല്ലോ, നമ്മളെ ഫാമിലി അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലോ എന്ന് ചെറിയ വിഷം ഇടയ്ക്കത് ഉണ്ടാവുകയാണ്. വെളിയിൽ പറയില്ല, വെളിയിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. അതെല്ലാവർക്കും ഉള്ളത് തന്നെ. അതായത് സ്വന്തമായിട്ട് ബിസിനസ് എല്ലാവർക്കും തന്നെ മനസ്സിനകത്ത് ചെറിയ പേടി കാണും, വെളി കാണിക്കും. പക്ഷേ എങ്ങനെയെങ്കിലും ലോസ് ആവാതെ ജയിക്കണം എന്നുള്ളൊരു മോട്ടിവേഷനിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവരൊക്കെ. ആ ഒരു മോട്ടിവേഷൻ ഇപ്പോൾ എനിക്കുള്ളത്. തോൽക്കാൻ പാടില്ല, ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വിടാൻ പാടില്ല. അതാണ് മെയിൻ വിഷയം, മനസ്സിലായോ? അതുകൊണ്ട് വിജയം തോൽവി എന്നുള്ള വിഷയമൊന്നുമില്ല. എന്നാലും നമുക്ക് ജയിക്കണം. ടൈം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പറ്റി ശ്രദ്ധിച്ചാൽ അതെല്ലാം ശരിയാവും. ഓരോന്നായിട്ട് പയ്യെ ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ എന്താണ് സംഭവം? ആക്സിഡൻ്റ് ആയാ? ഓ ശരി, ആർക്കൊന്നും ആവാതിരുന്നാൽ മതി. ഇത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. അവിടെ അല്ലേ? അവിടെയാണ്. ഓക്കെ 1826 ചിക്കൻ അൽഫാം. അതെ പയ്യ. ഓക്കെ ഓക്കെ വെൽക്കം. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ നമ്മൾ അടുത്ത പോണ്ട ലൊക്കേഷൻ പറഞ്ഞാൽ അമ്പലത്തറ. ഇവിടെ നിന്ന് കറക്റ്റ് 1.7 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:54 ആയിട്ടുണ്ട്. അയ്യോ കറുത്ത പട്ടി, നല്ല തടിമാടൻ പട്ടിയാണല്ലോ, എന്ത് കഴിക്കണമെന്ന്. ഓക്കെ റീച്ച് ലൊക്കേഷൻ ഇവിടെ തന്നെ. ഓക്കെ റെയിൻ സർജ് ഓണായി. അപ്പോൾ എവിടെയോ ലൈറ്റായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. ഡങ്കടക്ക് നീ വരുമ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബുർജ് അൽ മന്തി, സെയിം റെസ്റ്റോറൻറ്റ് തന്നെ, ആക്സെപ്റ്റ്. കുറച്ച് വലിയ ഓർഡർ, ഒരു 64 രൂപ കിട്ടും. കുഴപ്പമില്ല, ഇതൊക്കെ മതി. ഇതുപോലത്തെ ഓർഡറാണ് ചോദിക്കുന്നത്. സള്ള ഡബിൾ ഓർഡർ കൊള്ളാലോ, അടിപൊളി. സെയിം റെസ്റ്റോറൻറ്റ് ബുർജ് അൽ മന്തി. ഇവിടെ എന്തോന്ന് ആക്സിഡൻറ്റ് കഴിഞ്ഞില്ല ഇവരായിട്ട്. എന്ത് പറ്റി ഇവിടെ? അടിയാ? കൊണ്ടുപോയില്ലേ? ആംബുലൻസ് വിളിക്കാതെ കൊണ്ടുപോകാനായിട്ട്? എന്താണ് സംഭവം ഇവിടെ? ആക്സിഡൻറ്റാ വേറെ കേസാണ്? പോലീസ് പറഞ്ഞു അടിപിടി കേസിലാണോ? ഇനി ചിലപ്പോൾ കഞ്ചാവെല്ലാം കടത്തി കേസിലാണോ വണ്ടിക്കകത്ത്? ഓഹോ തൂഫാൻ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരനെ അവരൊക്കെ വീട് പൂന്തുറയാണ്, സൊമാറ്റോ വർക്ക് ചെയ്യണം അല്ലേ? ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാ പോലെ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി രക്ഷപ്പെടണം. യൂണിഫോം വേണ്ടല്ലോ ഇപ്പോൾ അല്ലേ? ബാഗും വേണ്ട. ആർക്കതൊക്കെ അറിയാം? ആരും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. നമ്മൾ വേണ്ട ഫ്രീ വർക്ക് ചെയ്യുക, അത്ര തന്നെ. ഞാൻ ഇപ്പോൾ അങ്ങനെയാണ്. മെയിനായിട്ട് ഈ സൊമാറ്റോ ബാഗ് ടീഷർട്ട് കണ്ട് കഴിഞ്ഞാൽ കുറേ പേർ പിടിക്കുന്നില്ല. ഇതാകുമ്പോൾ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്ന ആരും അറിഞ്ഞൂടാ. പെട്ടെന്ന് ആരും കണ്ടു കഴിഞ്ഞാൽ പോലും ഒന്നും പറയില്ല. ഓട്ടോ ബ്രോ ടാറ്റ കൈവിട്. ഓക്കെ അപ്പോൾ എല്ലാ പേജ് പറ അല്ലേ? അത്രേ ഉള്ളൂ, കട്ടൊക്കെ നിൽക്കണം. ഓണായില്ലേ ക്യാമറ അല്ലേ? ഓക്കെ ശരി 5042 ജല്ലിക്കെട്ട് ചിക്കൻ മന്തി 1761. ഇത് 2 ഓർഡർ പിക്കഡ്. എന്തൊരു ചൂട് ഓർഡർ. എൻ്റെ അമ്മോ കൈ പൊള്ളി പോകണം. പെട്ടെന്ന് ബാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇപ്പോൾ വെന്ത് അൽഫാം പോലെ ആയിപ്പോ. കൈ പൊള്ളണേ. പെട്ടെന്ന് തുറ ബാഗ്. 1 മണിക്കൂറായല്ലോ. ഇവനാണ് പ്രശ്നക്കാരൻ. ഇവൻ വലിയ കുഴപ്പമില്ല. ഓക്കെ പോകുന്ന. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പുളിമൂട്ട്. ഇവിടുന്ന് കറക്റ്റ് 2.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഡോഗേഷ് മാറ്, വഴിക്കാർ കടിക്കോ? ചില പട്ടികൾ കടിക്കാൻ വരും കാലിലോട്ടല്ലേ, പേടിയായിരിക്കും. മണി ഇപ്പോൾ കറക്റ്റ് 9:30 ആവാറായി. അപ്പോൾ ഈ 2 ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകട്ടെ, മതി. അത്ര തന്നെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ്. ഇത് സൂപ്പറാണ് ഇവിടുത്തെ വ്യൂ അല്ലേ? ബ്രിഡ്ജ്, അതിൻ്റെ മുകളിൽ പരസ്യം, ഇവിടെ കുറേ ലൈറ്റ്, ബസ് സ്റ്റോപ്പ്, ആളുകൾ, കുറേ വണ്ടികൾ, ഇതൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴുള്ള വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇത് ട്രിവാൻഡ്രംകാർക്ക് മാത്രമുള്ള വൈബാണല്ലേ? ഇതാണ് ഗാന്ധാരി അമ്മൻ കോവിൽ. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഈ മുടുക്കിലാണല്ലേ പറഞ്ഞത്. ഈ മുടുക്കുഴി കയറി പോകാം കേട്ടോ. മാപ്പ് കാണിക്കണം, കയറി നോക്കാം. വണ്ടി പോകില്ലോ അല്ലേ? ചെറിയ വഴിയാണ്, എന്നാലും കയറി നോക്കാം. അങ്ങോട്ട് വഴിയില്ല, എന്തിനാവശ്യമില്ല കയറാൻ പോണത്? ഇല്ലാത്ത വഴി കൂടെ. ഇതിൻ്റെ പേരാണ് ബട്ടക്സ് കൊഴുപ്പ് എന്ന് പറയും, മനസ്സിലായ? മാപ്പ് കാണിച്ചിട്ട് സുധീഷ് ആവശ്യമില്ലാതെ ഓവർസ്മാർട്ട് കാണിച്ചിട്ട് കുഴപ്പമാണ്. അതായത് മാപ്പ് സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും അവിടെ വഴി ഉണ്ടായില്ലെന്നുള്ളത്. അവിടെ ഒരു വീട് കിടക്കല്ലേ നടുക്കായിട്ട്, അത് നീ കണ്ടില്ല? അത് മാപ്പിന് അറിയാം. പൈസ നീയെങ്കിലും പറയാനുണ്ട്. ഈ സ്മാൾ മുടുക്കിനകത്താണ് ലൊക്കേഷൻ പറഞ്ഞത്. സുധീഷ് പയ്യപ്പോൾ ഇതിലെ വണ്ടി ഉണ്ടോ നോക്കി. ആദ്യം വണ്ടിയില്ല, കയറി ആയി പൂച്ചാണ്ടി. ഇതാ പോണോ കറീസ് എവിടെ പോയാ ഓടിക്കോളാം. ഈ ഇൻ്റർലോക്കിൻ്റെ വിഷയം ഇതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇളവിക്കണം. ഓക്കെ വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ ലെഫ്റ്റ് എടുക്കണം.
ഓ എത്തി അതുവഴി വഴിയില്ലല്ലേ? ആ അവിടെ മതിലാണ്, ആ വഴിയില്ല. ഇവിടെ അല്ലേ? ഓക്കെ ശരി എന്നാൽ. ഓക്കെ, നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. ഇവിടുന്ന് കറക്റ്റ് 5.7 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഓർഡർ തീർന്ന്. വൈകിട്ട് തൊട്ട് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് കുറഞ്ഞാണ്. ഹെൽമെറ്റ് വെച്ചപ്പോൾ ലൈറ്റാണ് പിന്നെ കൂടി. എന്തായാലും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ ശരിയാവും. അതെന്ന് പറയുമ്പോൾ രാവിലത്തെ കാപ്പൂടി കുറച്ച് ലേറ്റായിപ്പോൾ. ഇവിടെ എന്തോന്ന് ഫുട്ബോൾ ലൈവാണ്. ഏതൊക്കെ ടീം കളിക്കണത്? CAN, കാനഡയാണല്ലേ CAN. ഓക്കെ വാ പോവാ, എന്തെങ്കിലും ആവട്ടെ. കളി കാണാൻ സമയമൊന്നുമില്ല. കൊള്ളാല്ലേ വലിയ സ്ക്രീനിൽ കളി കാണുന്നത്, ഭയങ്കരമായിരുന്നു. നേരിട്ട് കാണുമ്പോഴേക്കും കേട്ടോ. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് അത് കയറിയിട്ടുണ്ട്. ധാരാളം അവിടെ കൊണ്ട് വണ്ടി പറക്കിക്കണം. പക്ഷേ ഇത് കാണിക്കണം, വണ്ടി പോണ സ്ഥലമല്ലേ ഇതൊക്കെ. ഇവിടെ എന്തോ ചോറ് അന്നദാനം കൊടുക്കണോ? ഹോസ്റ്റൽ എവിടെയാണോ? ഇവിടെ ഇതിനകത്ത് ഇവിടെയാണല്ലേ. ദയവായി ഇവിടെ തുപ്പരുത്, ആഴ്ച വണ്ടി നിർത്താൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിരിക്കണം വിചാരിച്ചു. അവിടെ അല്ലേ? ഓക്കെ അത് കയറോ? ഓക്കെ ശരി. ഓക്കെ, ഇപ്പോൾ ഡെലിവറി മാർക്ക് ചെയ്യേണ്ട, കാരണം ഓഫ്ലൈനിലാവാൻ ഇനി 2 മിനിറ്റ് ഉണ്ട്. പഴുത്ത് അഴിവല്ലോ, വലിയ കുഴപ്പമില്ല. ഇതിവിടെ പ്രത്യേകം മാറ്റി വെക്കേണ്ടത് ശരിയാവില്ല. ഇവിടെ ശരിക്കും വാഴയുണ്ടല്ലേ? നമ്മളൊരു വാഴയാണല്ലോ, നമ്മളെപ്പോഴത്തെ ഭയങ്കര വാഴയാണല്ലേ. എന്തിന് പഠിക്കണം എന്ന് അറിയാതെ പഠിച്ച് ഭാവിയെക്കുറിച്ച് വലിയ ചിന്തയില്ലായിരുന്നു. പിന്നെ ഒരു സമയമായപ്പോൾ മനസ്സിലായി നമ്മൾ പഠിച്ച രീതി ശരിയല്ല, നമുക്കൊരു ഭാവിയെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ചുമ്മാ അങ്ങനെ ജോളിയായിട്ട് നടന്നുള്ളത്. അതൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ പറഞ്ഞില്ല, ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒന്നും ആവാത്ത ഒരു വിഷമം. അതിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. വിഷമിക്കേണ്ട സമയത്ത് വിഷമിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലേ. ജീവിതം അങ്ങനെ തന്നെ, എല്ലാവർക്കും എല്ലാം കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ ഉള്ളവന്മാർക്കൊരു കുറവ് കാണുമല്ലോ, അതുകൊണ്ട് അതൊന്നും വിഷയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഡെലിവറി മാർക്ക് ചെയ്യട്ടാ. 9:49 ആയുള്ളൂ, 9:50 ആവട്ടെ. ഓക്കെ, ഡെലിവേർഡ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 77 രൂപ 71 പൈസയാണ്. ഇപ്പോൾ ഇതിനകത്ത് യാണിസ് തന്നെ പറയണ്ടേ, വലിയ സംഭവമൊന്നുമില്ല, എന്തോന്നിരിക്കണം. എല്ലാം കൂടെ ചേർത്ത് മൊത്തം 300, എല്ലാം കൂടെ ചേർത്ത് എന്താണ് പരസ്യം അടക്കര പറയണം. അപ്പോൾ എല്ലാം കൂടെ ചേർത്തും എന്തിനിത്, എല്ലാം കൂടെ ചേർത്ത് മൊത്തം 306.82 രൂപ 82 പൈസ പ്ലസ് 78 രൂപ. അങ്ങനെ മൊത്തം 384.82 പൈസ പ്ലസ് അതൊരു 30 രൂപ. അപ്പോൾ 400 നമ്മൾ കെട്ടി. കുറച്ച് സാധനം വാങ്ങിയുണ്ട്, പാല്, മാവ്, ഇതൊക്കെ വാങ്ങാൻ പറഞ്ഞ് ലിസ്റ്റ് അയച്ചിരിക്കണം. നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. 4 പാല്, ഒരു ദോശ മാവ്, ഉഴുന്നുണ്ടോ? ഉഴുന്ന് 1/2 കിലോ. ഓക്കെ, സാധനങ്ങൾ പർച്ചേസ്ഡ്. നല്ല കനമുണ്ട് കേട്ടോ, ഒരു 5-6 കിലോ വെയിറ്റ് കാണും. അപ്പോൾ ഈ വെയിറ്റുള്ള സാധനമൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് ഡംബിൾസ് അടിക്കണം. 4 പാല്, 1/2 കിലോ ഉഴുന്ന്, 1/2 കിലോ ഉരുളക്കിഴങ്ങ്, ദോശമാവ്, പിന്നെ ഒരു 5 മുട്ട. അത്ര തന്നെ. ഈ പാമ്പേഴ്സ് മാത്രം പോണ വഴിക്ക് വാങ്ങണം. എല്ലാം കൂടെ ചേർത്ത് മൊത്തം 300 രൂപയായി. വരവും ചിലവും കറക്റ്റ് ആയിരിക്കണം, വേറെ വിഷയമില്ല. വാ വീട്ടിൽ പോവാം, സന്തോഷമായിട്ട് പോവാം. ലൈഫ് അടിച്ച് പൊളിക്കണം. വാ കട്ടക്ക് നിൽക്കണം. കളി കഴിഞ്ഞാൽ പരസ്യം കളി കഴിഞ്ഞല്ലേ. ഒരു പാമ്പേഴ്സ് സ്മോളൊന്ന് 20 അല്ലേ? ഓക്കെ, ഇടയ്ക്ക് കുറച്ച് അടച്ചുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. പോട്ടാ, ശരി എന്നാൽ. വാട്സാപ്പ് നോക്കുന്നത് ഉണ്ടാകുന്ന ചിലപ്പം പറയാൻ പറ്റില്ല. അടുത്ത മെസ്സേജ് അയച്ചു കാണും, നമ്മൾ കണ്ടാണല്ലോ. വീട്ടിൽ പോകുമ്പോൾ പറയും, എൻ്റെ അമ്മ എന്തൊരു വെയിറ്റ് ബാഗ്, തോട് വേദനിക്കണം. അതെ, ഹെൽമെറ്റിൻ്റെ വെയിറ്റ് കാരണം കഴുത്ത് വേദനിക്കണം. ഇടയ്ക്ക് ഈ ബാഗിൻ്റെയും കൂടെ എല്ലാ വെയിറ്റും ചുമക്കല്ലേ. തൂക്കി ചുമന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന ഷോൾഡറോടെ തൂക്കി ചുവന്ന കഴുത്തിനോടെ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് ദോശ ചമ്മന്തിയാണ്. ഫുൾ ഡയറ്റ്. ഞാൻ എന്താ പറഞ്ഞില്ലേ, എത്ര ആദ്യം ഒരു വലിയ പീസ് ദോശ ഇങ്ങനെ പിച്ചെടുക്കുക, ചൂട് കൈ പൊള്ളും. ഇതെടുക്കുക, ഇത് കുറച്ച് ചൂട് കുറവില്ല. പിന്നെ എടുത്തിട്ട് ആ ചമ്മന്തിയിലിട്ട് നല്ല മുക്കി എന്നിട്ട് സ്വാദിഷ്ടമായ ഗോതമ്പ് ദോശ സൂപ്പറായിരുന്നു, ഡെലിഷ്യസ്. അപ്പോൾ അത്ര വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും കുറച്ച് സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. പിന്നെ ഒരു മിനിറ്റ്, ഇൻഷുറൻസ് ആരും മറക്കല്ല്. നിങ്ങൾക്ക് വണ്ടിയിലെയോ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാ പേജ് കട്ട കളിക്കണം.